ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു റെസിപ്പിയുമായിട്ടാണ്. എന്തെന്ന് വെച്ചാൽ വെള്ളപ്പം അല്ലെങ്കിൽ പാലപ്പം. അതും നമ്മൾ അരിയൊന്നും അരക്കാതെ വളരെ സോഫ്റ്റായ വെള്ളപ്പം എങ്ങനെ തയ്യാറാക്കുന്നത് എന്നാണ് ഞാൻ ഇന്ന് വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും കാണട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അതുപോലെ ചെറിയ റിക്വസ്റ്റ് ഉണ്ട്, ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, തുടർന്ന് വരുന്ന ബെല്ലൈക്കണും അതിനുശേഷം വരുന്ന ഓൾ എന്ന ഓപ്ഷനും കൂടെ ഒന്ന് സെലക്ട് ചെയ്ത് വെക്കണേ. എന്നാൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ ഉടനെ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുള്ളൂ. അപ്പോൾ നമുക്ക് നമ്മുടെ റെസിപ്പിയിലേക്ക് പോവാം. ഇതിനായിട്ടിപ്പോൾ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് 1.5 കപ്പ് അരിപ്പൊടിയാണ് കേട്ടോ. ഇടിയപ്പം പൊടിയും പത്തിരിപ്പൊടിയും ഒക്കെ നമുക്ക് എടുക്കാവുന്നതാണ്. ഇനി നമുക്കിതിനെ അല്പം വെള്ളത്തിലൊന്ന് മിക്സ് ചെയ്യണം. അതിനായിട്ട് ഞാനിപ്പോൾ ഒരു വലിയൊരു ബൗളിലേക്ക് ഇതിനെ മാറ്റി കൊടുക്കുകയാണ്. ഇതിലേക്ക് ഇനി നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് മാവാക്കി കലക്കിയെടുക്കണം. ഞാനിപ്പോൾ 1.5 കപ്പ് അരിപ്പൊടിക്ക് 2 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. 2 2.5 ഒക്കെ എടുക്കാവുന്നതാണ്. എന്നാലും കൂടിപ്പോണ്ട, നമ്മുടെ ഒരു ദോശമാവിൻ്റെ പരുവത്തിൽ അങ്ങ് കലക്കിയെടുത്താൽ മതി. ഇപ്പം ദാ ഇതിനെ കംപ്ലീറ്റ് ആയിട്ട് കട്ടയൊന്നും കെട്ടാതെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്നും നമുക്ക് കുറച്ചെടുത്തിട്ട് കപ്പി കാച്ചിയെടുക്കണം. ഇതിനായിട്ട് ഞാനിപ്പോൾ ഇത്രയും കണ്ടില്ലേ, ഒരു തവി മാവ് എടുത്തിട്ട് വേറൊരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇതിനെ നമുക്കൊരു ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് ഇത് കുറുകി വരുന്നത് വരെ കപ്പി കാച്ചിയെടുക്കാം. കപ്പി കാച്ചുക എന്ന് പറയുന്നത് പലയിടത്തും പല പോലെ ആയിരിക്കും പറയുക. എന്തായാലും സംഭവം നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലേ? ഇതപ്പോൾ കണ്ടോ, ഇത് നല്ലപോലെ കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതിനെ അങ്ങ് ചൂട് പോവാനായിട്ട് മാറ്റി വെക്കണം. അപ്പോഴേക്കിന് നമുക്കിതിലേക്ക് വേണ്ട ഈസ്റ്റ് ഒന്ന് ആക്റ്റീവ് ആക്കി എടുക്കണം. ഇതിനായിട്ട് ഞാനിപ്പോൾ 1/2 കപ്പ് ഇളം ചൂടുള്ള വെള്ളത്തിൽ 1 ടീസ്പൂണോളം ഈസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈസ്റ്റ് പെട്ടെന്ന് ആക്റ്റീവായി വരാൻ വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് 1 ടീസ്പൂണോളം തന്നെ പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിനെ ആക്റ്റീവ് ആവാൻ വേണ്ടിയിട്ട് 10 മിനിറ്റ് നമുക്കങ്ങ് മാറ്റി വെക്കാം. 10 മിനിറ്റ് കഴിഞ്ഞപ്പോക്കിന് നമ്മുടെ കപ്പി കാച്ചിയതും ഈസ്റ്റും ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സി എടുത്തിട്ട് നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന ബാക്കിയുള്ള മാവ് മിക്സിയിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഇനി നമുക്ക് കുറച്ച് തേങ്ങ ചിരവിയെടുത്തതും കൂടെ ചേർക്കാം. ഞാനിപ്പോൾ 3/4 കപ്പ് തേങ്ങ ചിരവിയെടുത്തതാണ് ചേർക്കുന്നത്. നിങ്ങൾ എത്രയാണോ അരിപ്പൊടി എടുക്കുന്നത് അതിൻ്റെ നേരെ പകുതി വേണം കേട്ടോ തേങ്ങ ചേർക്കാൻ. അതായത് 1.5 കപ്പ് അരിപ്പൊടിക്ക് 3/4 കപ്പ് തേങ്ങയാണ് ഇപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ആക്റ്റീവ് ആവാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിരിക്കുന്ന ഈസ്റ്റും കൂടെ അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കപ്പി കാച്ചി വെച്ചിരിക്കുന്ന മാവുണ്ടല്ലോ, അതും കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കണം. പിന്നെ വെള്ളപ്പം നല്ലപോലെ സോഫ്റ്റ് ആയി വരാൻ വേണ്ടിയിട്ട് ഒരു 1/4 കപ്പ് ചോറും കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി അവസാനമായിട്ട് ഇതിലേക്ക് നമുക്ക് 2 ടീസ്പൂണോളം പഞ്ചസാരയും കൂടെ ചേർക്കണം. പാലപ്പത്തിന് ചെറിയൊരു മധുരം ഉണ്ടാവും, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ചേർക്കുന്നത്. പിന്നെ പഞ്ചസാരയുടെ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർക്കാവുന്നതാണ് കേട്ടോ. ഇനി നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. അങ്ങനെ ഇപ്പോൾ ഇത് നല്ലപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒരു വലിയ പാനിലേക്ക് മാറ്റി കൊടുക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ മാവ് കുറച്ച് സമയം കഴിയുമ്പോൾ പൊങ്ങി വരാനായിട്ട് തുടങ്ങും. അപ്പോൾ ചെറിയ പാനിലൊക്കെയാണ് നിങ്ങൾ വെക്കുന്നതെങ്കിൽ മൊത്തത്തിൽ അങ്ങ് പുറത്തോട്ടങ്ങ് പോവും. അതുകൊണ്ട് വലിയ ഒരു പാൻ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി ഇതിലേക്ക് അഡീഷണൽ ആയിട്ട് വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല, ഈ വെള്ളം തന്നെ പാകമാണ്. ഇനി നമുക്കിതിനെ ഒരു 8 മണിക്കൂറോളം പൊങ്ങി വരാനായിട്ട് മാറ്റി വെക്കുക. സാധാരണ ഓവർനൈറ്റ് വെക്കുകയാണ് ഏറ്റവും നല്ലത്. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ആണെങ്കിൽ തലേന്ന് രാത്രി തന്നെ മാവ് കൂട്ടി വെക്കുക. അപ്പോൾ രാവിലെ ആകുമ്പോഴേക്കിന് കറക്റ്റായിട്ട് മാവ് നന്നായിട്ട് പൊങ്ങിയൊക്കെ വന്നിട്ടുണ്ടാവും. ഇതിപ്പോൾ ഞാൻ ഒരു രാത്രി മുഴുവനും പൊങ്ങാൻ വേണ്ടി വെച്ച മാവാണ്. കണ്ടോ, ഇപ്പം നമ്മുടെ മാവ് നന്നായിട്ട് പൊങ്ങിയൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഇതിനെ നന്നായിട്ടൊന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. പിന്നെ ഒരു കാര്യം, ഫ്രിഡ്ജിൻ്റെ അകത്തൊന്നും ആരും പൊങ്ങാനും വേണ്ടിയിട്ട് വെക്കരുത് കേട്ടോ. അപ്പോൾ പിന്നെ മാവ് പൊങ്ങി വരില്ല, അപ്പോൾ ശരിയായി കിട്ടൂല. ഇനി പാലപ്പം തയ്യാറാക്കുന്നതിൻ്റെ തൊട്ട് മുൻപേ നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്ക് പാലപ്പം തയ്യാറാക്കിയെടുക്കാം. ആദ്യം നമുക്ക് പാൻ നന്നായിട്ട് ചൂടാക്കി എടുക്കണം. എന്നിട്ട് ഇതുപോലെ ഒരു തവി മാവ് കോരി ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഇതുപോലെ അങ്ങ് ചുറ്റിച്ചെടുക്കാം. ഇനി ഇതിനെ നമുക്ക് ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം.
2 മിനിറ്റ് ആകുമ്പോഴേക്കിന് നമ്മുടെ പാലപ്പം അല്ലെങ്കിൽ വെള്ളപ്പം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ പാനിൽ നിന്നും എടുക്കാം. കണ്ടോ, അങ്ങനെ ഇപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയ വെള്ളയപ്പം റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള മാവും കൂടെ അങ്ങ് റെഡിയാക്കി എടുക്കണം. ഞാൻ പാലപ്പം വെള്ളപ്പം എന്നൊക്കെ പറയുന്നുണ്ട്, ആരും കൺഫ്യൂഷൻ ആവരുത്. ഇതിന് പല സ്ഥലങ്ങളിലും പാലപ്പം, വെള്ളപ്പം, അതുപോലെ അപ്പം എന്നൊക്കെ പറയും. അപ്പോൾ ഇതാ നമ്മുടെ വളരെ സോഫ്റ്റ് ആയ പാലപ്പം റെഡിയാക്കാൻ ഇത്രേ പണിയുള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. തീർച്ചയായിട്ടും കറക്റ്റായിട്ടും നിങ്ങൾക്ക് ഈ അളവ് ഫോളോ ചെയ്യുകയാണെങ്കിൽ നല്ലപോലെ സോഫ്റ്റ് ആയ വെള്ളയപ്പം അല്ലെങ്കിൽ പാലപ്പം റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ അല്ലേ? ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇഷ്ടപ്പെടാത്തവരുണ്ടെങ്കിൽ മടിക്കാതെ ഡിസ്ലൈക്ക് അടിച്ചോളൂ. പിന്നെ എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഈ ചെറിയൊരു റിക്വസ്റ്റ് ഉണ്ട്. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, തുടർന്ന് വരുന്ന ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ 3 ഓപ്ഷൻ വരും, അതിൽ ഓൾ എന്ന ഓപ്ഷനും കൂടെ ഒന്ന് സെലക്ട് ചെയ്ത് വെക്കണേ. എന്നാൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ ഉടനെ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുള്ളൂ. അപ്പോൾ നമുക്ക് വീണ്ടും ഒരു പുതിയ റെസിപ്പിയുമായിട്ട് കാണാം. താങ്ക്